തമിഴ്നാട് വാൽപ്പാറയിൽ പുലി പിടിച്ച 4 വയസ്സുകാരുടെ മൃതദേഹം വീട്ടിൽ നിന്ന് 300 മീറ്റർ അകലെ വനത്തിനുള്ളിൽ കണ്ടെത്തി. പാതി തിന്ന നിലയിലായിരുന്നു മൃതദേഹം. ഇന്നലെ വൈകിട്ട് 4 മണിയോടുകൂടിയാണ് വീട്ടിലിന് സമീപം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ജാർഖണ്ഡ് സ്വദേശികളുടെ 4 വയസ്സുകാരിയെ പുലി പിടിച്ചുകൊണ്ടുപോയത്. ഒരു നാട് മുഴുവൻ 18 മണിക്കൂറിലധികം നടത്തിയ രക്ഷാദൌത്യം വിഫലമായി. ഇന്നലെ വൈകിട്ട് 4 മണിയോടെ വാൽപ്പാറ പച്ചമല എസ്റ്റേറ്റിലെ തൊഴിലാളിലായത്തിൽ നിന്നും പുലി കടിച്ചെടുത്തു കൊണ്ടുപോയ ജാർഖണ്ഡ് സ്വദേശി മനോജ് ഗുന്ദയുടെ മകൾ റൂസ്നിയുടെ മൃതദേഹമാണ് 11 മണിയോടെ തെരച്ചിൽ സംഘം കണ്ടെത്തിയത്. തൊഴിലാളിലായത്തിൽ നിന്ന് 300 മീറ്റർ അകലെ വനമേഖലയിലാണ് പകുതി ഭക്ഷിച്ച നിലയിൽ 4 വയസ്സുകാരുടെ മൃതദേഹം കണ്ടത്. തുടർന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി വാൽപ്പാറ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി. കുട്ടിയുടെ കുടുംബത്തിന് തമിഴ്നാട് സർക്കാർ 10 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ജാർഖണ്ഡ് സ്വദേശി മനോജ് ഗുന്ദയും ഭാര്യ മോനിക ദേവിയും 3 മക്കളുമായി വാൽപ്പാറയിലെ തേയിലത്തോട്ടത്തിൽ തൊഴിൽ തേടി എത്തിയത്. ലായത്തിന് സമീപം ഇന്നലെ വൈകിട്ട് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു തേയിലത്തോട്ടത്തിനുള്ളിൽ നിന്ന് പുലി ചാടി വീണ് കുട്ടിയെ കവർന്നെടുത്തത്. അമ്മ തൊട്ടടുത്ത് തന്നെ വെള്ളം പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. മാതാവിൻ്റെയും കുട്ടികളുടെയും നിലവിളി കേട്ട തോട്ടത്തിലുണ്ടായിരുന്ന തൊഴിലാളികൾ ബഹളം വച്ചെങ്കിലും പുലി കുട്ടിയെ കടിച്ചെടുത്ത് കാട്ടിനുള്ളിലേക്ക് മറഞ്ഞു. വനംവകുപ്പും പോലീസും ദുരന്ത നിവാരണ സേനാംഗങ്ങളും നാട്ടുകാരും പുലർച്ചെ 3 വരെ പ്രദേശത്ത് വ്യാപകമായി തെരച്ചിൽ നടത്തിയെങ്കിലും മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് രാവിലെ 6 മണിയോടെയാണ് പരിശോധന പുനരാരംഭിച്ചത്. എസ്റ്റേറ്റുകളിൽ ജോലിക്ക് പോകാതെ മുഴുവൻ തൊഴിലാളികളും തെരച്ചിൽ ദൗത്യത്തിൽ ഭാഗമായി. 2 കടാവർ നായകളെയും തെരച്ചിൽ ദൗത്യത്തിന് എത്തിച്ചിരുന്നു. വ്യാപക തെരച്ചിൽ പുരോഗമിക്കുന്നതിനിടെ വീട്ടിൽ നിന്ന് 300 മീറ്റർ അകലെ വനഭാഗത്ത് മൃതദേഹാവശിഷ്ടം കണ്ടെത്തുകയായിരുന്നു. നിരന്തരമായി പുലിയുടെ ആക്രമണമുള്ള പ്രദേശമാണ് വാൽപ്പാറ. ജീവന സംരക്ഷണം ഒരുക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജനങ്ങളുടെ പ്രതിഷേധം ഉയരുന്നുമുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.